നമസ്കാരം. അർബൻ കോമ്പാക്ട് SUV എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ്. ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്യുവർ ജാപ്പനീസ് പെഡിഗ്രി കീപ്പ് ചെയ്യുന്നൊരു വാഹനം തന്നെയാണ്. നമ്മൾ മാരുതിയുടെ പല വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം ലോക്കൽ പാർട്സുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുമെങ്കിൽ ഇഗ്നിസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ജാപ്പനീസ് പാർട്സുകൾ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാർച്ച് മാസത്തിൽ മാരുതി സുസുക്കി ഇഗ്നിസിന് വൻ ഓഫറുകളാണ് വന്നിട്ടുള്ളത്. ഏകദേശം 83,100 രൂപയുടെ ഓഫറാണ് മാനുവൽ ട്രാൻസ്മിഷന്. അത് ഓട്ടോമാറ്റിക്കലിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMD ആണ്. 88,100 രൂപയുടെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇഗ്നിസിൻ്റെ ഭാവി എന്ത്, ഈ ഓഫറുകൾ എന്തൊക്കെയാണ്? എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നിസിൻ്റെ ഈ ഓഫറും അത് മാത്രമല്ല ഇഗ്നിസിൻ്റെ ഭാവിയെക്കുറിച്ചിട്ടുമാണ്. എല്ലാവർക്കും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെറിയൊരു കാറാണ്, 4 സിലിണ്ടറാണ്. അത് മാത്രമല്ല പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗണാർ എന്ന് പറയുന്ന ഏറ്റവും മികച്ച സെയിൽ നേടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ മാരുതിക്ക് അത്തരത്തിൽ നല്ലൊരു സെയിൽ കൊണ്ടുവരുന്ന ഒരു വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാൾ മച്ച് ബെറ്റർ ഇഗ്നിസ് തന്നെയാണ്. കാരണം ഇഗ്നിസ് നിങ്ങൾ ഒരു തവണയൊന്ന് ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം അറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാരുതിയുടെ പെട്രോൾ എഞ്ചിനല്ല ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ആണ്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1197 CC ആണ്. അത് DOHC ആണ്, നമുക്കറിയാം. അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 81.80 bhp ആണ്. അത് 6000 RPM വരുന്നത്. അത് മാത്രമല്ല 113 Nm ടോർക്കുണ്ട്. അത് 4200 RPM. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3700 mm ആണ്. വിഡ്ത്ത് 1690 mm ആണ്. ഹൈറ്റ് 1595 mm ആണ്. വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും 2435 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഈ ഒരു വാഹനം അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വാഹനമാണ്. 860 കിലോഗ്രാമാണ് അതിൻ്റെ ഒരു കർവ് വെയിറ്റ് എന്ന് പറയുന്നത്. 4.7 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. 180 mm ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 260 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ബൂട്ട് സ്പേസ് അത്യാവശ്യത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം. അത്യാവശ്യം ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയർ നോക്കുമ്പോഴത്തേക്കും 175, 65, R15 എന്ന രീതിയിലാണ് ടയർ വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത്. സ്പെയർ വീൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. അത് അലോയ് അല്ല വരുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അലോയ് വീൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്പെയർ വീൽ എന്ന് പറയുന്നത് സ്റ്റീൽ വീലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അലോയ് വീൽസ് ഉള്ള ടോപ്പ് എൻഡിലാണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലാണെന്നുണ്ടെങ്കിലും സെയിം സൈസ് സ്പെയർ വീലുകളാണ് വന്നിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളിലും, അതായത് അരീന ഷോറൂമിലെ മിക്കവാറും എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെലേറിയോ ആകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടോ K10 ആയിക്കോട്ടെ, ഇതിനെല്ലാം 6 എയർ ബാഗ് കൊടുക്കുമ്പോൾ ഇവിടെ ഇഗ്നിസിന് 2 എയർ ബാഗ് മാത്രമാണുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AGS ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ട്രാൻസ്മിഷൻ തന്നെയാണ്. കമ്പനി പറയുന്നത് 21 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ്. വാഗണാറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഡ്യുവൽ VVT ആ ഒരു എഞ്ചിൻ വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 25 കിലോമീറ്ററിനടുത്ത് 24 പോയിൻറ്റ് സംതിങ് ആണ് അവിടെ പറയുന്ന മൈലേജ്. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അത് 21 കിലോമീറ്ററാണ്. എങ്ങനെ നോക്കിയാലും പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഈ ഒരു വാഹനം 19 കിലോമീറ്റർ ഹൈവേയിൽ തീർച്ചയായിട്ടും മൈലേജ് നൽകും. പിന്നെ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലും കിട്ടിയെന്നിരിക്കും. പക്ഷേ സിറ്റിയിലേക്ക് ഒരു വാഹനം വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഓടിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കുന്ന, 90 ഡിഗ്രി ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കുന്ന ഡോറുകളാണ്. ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്, എന്നാൽ ലെഗ് റൂം അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല കംഫർട്ടുള്ളൊരു വാഹനം തന്നെയാണ്. സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മക്സ്പേഷൻ സ്റ്റഡും ബാക്കിൽ ടോർഷൻ ബീമുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളതാണ്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള 4 സിലിണ്ടറാണ് ഈ ഒരു വാഹനം. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസിൻ്റെ ഭാവി എന്ത്, സിയാസിൻ്റെ ഭാവി നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇഗ്നിസിൻ്റെ ഭാവി എന്ത്? വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാം. കാരണം ഇഗ്നിസിന് ഒരു അപ്ഡേഷൻ വരുന്നു എന്നൊരുപാട് കാലമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊരു വാർത്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇഗ്നിസ് പുതിയൊരു എഞ്ചിനിലേക്ക്, അതായത് ഡ്യുവൽ VVT എഞ്ചിനുമായിട്ട് വരും എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഓൾമോസ്റ്റ് കൺഫേം ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്തരം വാർത്തകളൊക്കെ എവിടേക്കോ പോയി. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് അതായത് ഈ മാസം, അതായത് 2025 മാർച്ച് മാസത്തിൽ ഇഗ്നിസിന് ഒരുപാട് ഓഫറുകൾ
വന്നിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 83,100 രൂപയുടെ ഓഫറാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 88,100 രൂപയുടെ ഓഫറാണ് വന്നിട്ടുള്ളത്. പക്ഷേ 83,100 രൂപ എന്ന് പറയുന്നത് എല്ലാവർക്കും അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് കിട്ടില്ല. അവർക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ തീർച്ചയായിട്ടും ലഭിക്കും. അത് മാനുവൽ ട്രാൻസ്മിഷനിൽ നമ്മൾ വാഹനം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസാണ് പിന്നീട് ലഭിക്കുന്നത്. അപ്പോൾ ഒരു 80,000 രൂപയായി. പിന്നെ 3,100 രൂപയുടെ റൂറൽ ഓഫർ എന്ന് പറയുന്നൊരു ഓഫർ അവർ കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപ എന്നുള്ള കൺസ്യൂമർ ഓഫറിന് പകരം 55,000 രൂപയായിട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അത് മാനുവൽ ട്രാൻസ്മിഷനല്ല, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പിന്നീട് 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 3,100 രൂപയുടെ റൂറൽ ഓഫറുമാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 85,000 അല്ലെങ്കിൽ 88,100 രൂപയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കണം. നമ്മുടെ കയ്യിൽ എക്സ്ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടുള്ള 30,000 കിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്ചേഞ്ചിൻ്റെ വിലയും എന്തായാലും ഒരു കാര്യം എനിക്കിവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്ചേഞ്ചിന് കൊടുക്കുമ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ വളരെ താത്തി ഇവർ തരുള്ളൂ. അത് പ്രധാനമായിട്ടും നമുക്ക് ഈ തരുന്ന എക്സ്ചേഞ്ച് ബോണസിൻ്റെ പണം കൂടെ അവരെടുത്തതിന് ശേഷമാണ്. കാരണം ഇപ്പോൾ ഒരു 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 15,000 രൂപ ഇവരുടെ ലാഭമാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷോറൂമിൻ്റെ ലാഭമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ പോവുക. പുറത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് അതിൻ്റെക്കാൾ കൂടുതൽ, അതായത് ഇവർ പറയുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ തീർച്ചയായിട്ടും ലഭിക്കും. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു വാഹനം, എന്നാൽ അതിൻ്റെ പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു മികച്ച ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം ഈ ഒരു വാഹനം ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഇമ്മീഡിയറ്റ്ലി പിക്കപ്പ് എടുക്കുന്ന ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഇഗ്നിസിൻ്റെ ഭാവി എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യനാണ്. സിയാസിൻ്റെ ഭാവി ഏകദേശം നമ്മൾ അറിഞ്ഞു. സിയാസ് ഈസ് ഗോയിങ് ടു ഡിസ്കണ്ടിന്യൂ. തീർച്ചയാണ് ഏപ്രിൽ മാസത്തോടുകൂടി, ഏപ്രിൽ മെയ് ജൂണോടുകൂടി സിയാസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നിസിൻ്റെ ഭാവി എന്താണ് മനസ്സിലായ ആളുകൾക്കെല്ലാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യവും കമ്പനി പറയുന്ന അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നും ഒരു ഒഫീഷ്യൽ വേർഡിങ്സ് വരുന്നത് വരെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും കൺഫേം ചെയ്യുന്നില്ല. എന്നാൽ പോലും ഇഗ്നിസിന് ഇനി ഒരു അപ്ഡേഷൻ വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല ഇഗ്നിസിന് ഇനി ഒരു അപ്ഡേഷൻ വരുമോ എന്നുള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു മൈലേജ് ലഭിക്കുന്ന രീതിയിലേക്ക് ഇഗ്നിസിനെ കൊണ്ടുവരാൻ കഴിയും. കാരണം ഇത്രയും കാലമായിട്ട് ഇഗ്നിസിന് യാതൊരുവിധ അപ്ഡേഷനും കൊണ്ടുവന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഗ്നിസ് കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഗ്നിസ് എടുക്കാനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.